പ്രൈസ് ലോർഡ്. മോശയുടെ എങ്ങനെയുള്ള ശരീരത്തിനായിട്ടാണ് മിഖായേൽ ദൂതൻ പിശാചിനോട് വാദിച്ചത്? ഈ വിഷയമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂദായുടെ ലേഖനം 1:9 പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തിനായി പിശാചിനോട് തർക്കിച്ചു വാദിച്ചത് പലർക്കും സംശയമുള്ള ഒരു സംഗതിയാണ്. ഇവിടെ പറയുന്ന ശരീരം ആത്മശരീരമാണ്, ജഡശരീരമല്ല. മോശയുടെ കാലത്തെ വിശുദ്ധന്മാരുടെ ആത്മാക്കളെല്ലാം അബ്രഹാമിൻ്റെ മടിയിലേക്കായിരുന്നു പോയിരുന്നത്, അതായത് പാതാള പർദീസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പാപികളുടെ ആത്മാക്കളെല്ലാം അധമ പാതാളത്തിലേക്കാണ്, അതായത് യാതനാ സ്ഥലത്തേക്കാണ് പോകുന്നത്. ലൂക്ക 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. ലൂക്ക 16:19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കഴിവുണ്ടാകണമേ. ലാസർ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം: മകനെ, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ: എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്: അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ: അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനോട്: അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കഴിഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ചിത്രം ഒന്ന് കാണിക്കാം. ഇതാണ് ഈ റിവലേഷൻ ചാർട്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന യാതനാസ്ഥലം എന്ന് പറയുന്നത് ഈ ചുവന്ന കളറിൽ ഉള്ള സ്ഥലമാണ്. ഇവിടെയാണ് ധനവാൻ കിടക്കുന്നത്. അതേസമയം ഇതിൻ്റെ മുകളിൽ ഈ പച്ച കളർ കാണിച്ചിരിക്കുന്ന സ്ഥലത്താണ് ലാസറും അബ്രഹാമും ഉള്ളത്. അപ്പോൾ ഇപ്പം ഇവിടെ നിന്നിട്ടാണ് അബ്രഹാമിനോട് ഈ സംഭാഷണം ഈ ധനവാൻ നടത്തുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, ഒരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നതോടെ പറഞ്ഞില്ലേ, ആ പിളർപ്പുണ്ടെന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളർ കാണുന്ന സ്ഥലമാണ്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. യൂദായുടെ ലേഖനം 6-ാമത്തെ വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ കണ്ട ഈ അന്ധകാരമുള്ള സ്ഥലത്തായിരിക്കണം ഈ ശപിക്കപ്പെട്ട ദൂതന്മാരെ ദൈവം ആക്കിയിരിക്കുന്നത്. പിന്നെ മോശ മരിച്ചതിന് ശേഷം ദൈവം തന്നെ മോശയുടെ ശരീരം അടക്കം ചെയ്തു. ആവർത്തനം 34:6 അത് പറയുന്നുണ്ട്. അത് നോക്കാം. ആവർത്തനം 34:6. അവനെ മോവാബ് ദേശത്ത് ബെത്ത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. അവനെ അടക്കിയെന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറയുന്നത് യഹോവയാണ്, അവനെ എന്ന് പറയുന്നത് മോശെ. പിന്നെ അടുത്ത വായിക്കാം. മോശ മരിച്ചതിന് ശേഷം ദൈവം തന്നെ മോശയുടെ ശരീരം അടക്കം ചെയ്തു. ആവർത്തനം 34:6 അത് നമ്മൾ വായിച്ചതാണ്. എന്ന് പറയുന്നതിൽ നിന്നും മോശയുടെ ആത്മാവിനെക്കുറിച്ചാണ് പ്രധാന ദൂതനായ മിഖായേലും പിശാചും തമ്മിൽ തർക്കമുണ്ടായത് എന്നത് വ്യക്തമാണ്. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന വചനം 1 കൊരിന്ത്യർ 15:50 പറയുന്നത് പോലെ ഈ വാദത്തെ ഉറപ്പിക്കുന്നു. അതൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. മോശ ഈജിപ്തിൽ വെച്ച് ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് കളഞ്ഞു. പുറപ്പാട് 2:11 പറയുന്നുണ്ട്. എന്ന കുറ്റമാണ് മോശയ്ക്കെതിരെ പിശാചിന് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നത്. ആ വചനം ഒന്ന് വായിക്കാം. പുറപ്പാട് 2:11. ആ കാലത്ത് മോശെ
മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി. തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമിൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. ഇതാണ് മോശ ചെയ്ത ഒരു പാവമായിട്ട് പിശാച് ചൂണ്ടിക്കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അബ്രഹാമിൻ്റെ മടിയിൽ ഉണ്ടായിരുന്ന സകല വിശുദ്ധന്മാരെയും താൽക്കാലിക സ്വർഗത്തിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. എഫേഷ്യർ 4:8-9 വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. എഫേഷ്യർ 4:8-9. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ദാനങ്ങളെ കൊടുത്തിട്ടില്ല, ദാനങ്ങളെ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? അത് ചിത്രം നോക്കും. യേശുക്രിസ്തു മരിച്ചതിന് ശേഷം പാതാളത്തിലിറങ്ങി അവിടെ കെട്ടപ്പെട്ട ആത്മാക്കൾ എന്ന് പറയുന്നത് ഈ പാതാള പ്രദേശത്ത് കിടക്കുന്നതായിട്ടുള്ള ആത്മാക്കളെ എടുത്തുകൊണ്ട് മേലേക്ക് പോയി. മേലേക്ക് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക്. അതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ താൽക്കാലിക സ്വർഗത്തിലെ ഭൂരിഭാഗം വിശുദ്ധരും നിദ്രാവസ്ഥയിലാണ്. ദാനിയേൽ 12:13 അങ്ങനെ പറയുന്നുണ്ട്. അത് നോക്കാം. ദാനിയേൽ 12:13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിൻ്റെ ഓഹരിയിൽ ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അതായത് ഉറക്കമാണെന്ന് ചുരുക്കം. ദാനിയേൽ വലിയ ഒരു വിശുദ്ധനായിരുന്നു. ആ ദാനിയേലിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ എല്ലാവരും ഇതുപോലെ തന്നെ ഉറക്കത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ താൽക്കാലിക സ്വർഗത്തിലെ ചിലർക്ക്, അതായത് മോശ, എലിയാവ് ഇങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് ചില സമയങ്ങളിൽ ഉത്തരവാദിത്വങ്ങൾ കൊടുത്തിരുന്നതായി ബൈബിളിൽ കാണുന്നു. ലൂക്ക 9:30-31 അത് കാണുന്നുണ്ട്. വായിക്കാം. ലൂക്ക 9:30-31. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. യേശുക്രിസ്തു യെരുശലേമിൽ മരിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് മോശ ഏലിയാവും. അടുത്തത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 സ്വർഗങ്ങളിൽ 2 കൊരിന്ത്യർ 12:2 പറഞ്ഞിരിക്കുന്നത് കൂടുതലുണ്ടോ? ഈ 3 ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉൾപ്പെട്ടതാണോ താൽക്കാലിക സ്വർഗം എന്നൊന്നും ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. മരിച്ച വിശുദ്ധരെല്ലാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന ഒരു വചനമേ ഉള്ളൂ. കൊളോസ്യർ 3:3. ഈ 2 വചനങ്ങളൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 12:2. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. വിശുദ്ധ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടു. പിന്നെ അടുത്ത് കൊളോസ്യർ 3:3. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതാണ് കൊളോസ്യറിൽ ദൈവമക്കളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ഏത് സ്വർഗമാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാച് പ്രധാന ദൂതനായ മിഖായേലിനോട് വാദിച്ചത് മോശയുടെ ഭൗതിക ശരീരമല്ല, ആത്മശരീരത്തെക്കുറിച്ചാണ്. കാരണം ആത്മാവാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മനുഷ്യനെന്ന് പറയുന്നത്. ശരീരമെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കവറിങ് മാത്രമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മണ്ണിൽ ലയിച്ചു പോകും. അങ്ങനെ അല്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് മാത്രമേ ഉള്ളൂ. ആ ശരീരം എന്ന് പറയുന്നത് അത് മരിച്ചിട്ടില്ല, അത് മരിക്കാതെ തന്നെ രൂപാന്തരപ്പെട്ട ഒരു ശരീരമായിരുന്നു. ഇത്രയും പറഞ്ഞ് നിർത്താം.